ആലപ്പുഴയിലെ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച കാവാലം സ്വദേശി ആയുഷ് ഷാജിയുടെയും പാല മറ്റക്കരയിലെ ദേവാനന്ദിൻ്റെയും സംസ്കാരം ഇന്ന് നടക്കും. ഇന്ന് രാവിലെ 10 മണിക്കാണ് ആയുഷ് ഷാജിയുടെ സംസ്കാര ചടങ്ങുകൾ. മറ്റക്കരയിലെ തറവാട്ട് വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ ദേവാനന്ദിൻ്റെ സംസ്കാര ചടങ്ങുകളും നടക്കും. ടോബി ജോൺസൺ ദേവാനന്ദിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം മറ്റക്കരയിൽ നിന്ന് ചേരുകയാണ്. ടോബി, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ വളരെ കണ്ണീരായി മാറി ഈ 5 വിദ്യാർത്ഥികളും. മറ്റക്കരയിൽ നിന്നുള്ള വാർത്തകൾ എന്താണ്? ദേവാനന്ദിൻ്റെ സംസ്കാരം എല്ലാ കാര്യങ്ങളും ഒരുക്കങ്ങൾ റെഡിയായോ? തീർച്ചയായിട്ടും SKN ഒരു തീരാ നോവായി മാറുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മിനിഞ്ഞാന്ന് രാത്രിയിൽ ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഈ നാട്ടിലുള്ളവരെല്ലാം തന്നെ ആ ഒരു വേദനയിൽ തന്നെയാണ്. കാരണം ഇവിടെയല്ല ഇവർ കൂടുതൽ കാലം താമസിച്ചിരുന്നത് എങ്കിലും ഈ ഒരു കുടുംബവുമായി, ഈ തറവാട്ട് വീടുമായി, ഇവിടുത്തെ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ആയിട്ട് വലിയ ബന്ധമുള്ള ആളുകളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇവിടെയുള്ള 2 കുട്ടികൾ, അതായത് ദേവനന്ദനും അദ്ദേഹത്തിൻ്റെ ചേട്ടൻ ദേവദത്തും, 2 പേരും പഠനത്തിൽ മികച്ചു നിൽക്കുന്ന വ്യക്തികളായിരുന്നു. ചേട്ടൻ MBBS 3ാം വർഷമാണ് ദേവദത്ത്. ആ പാത പിന്തുടർന്നുകൊണ്ടാണ് ദേവനന്ദനും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്. 2 മാസം മുൻപാണ് ആ MBBS എന്ന ആ ഒരു സ്വപ്നത്തിലേക്ക് ആ കുട്ടി നടന്നു നീങ്ങിയത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു ദുരന്തം വന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ഞെട്ടലോടുകൂടിയും പലരുടെയും കണ്ണുകൾ നിറയുന്നൊരു കാഴ്ച ഇന്നലെ ആ മൃതദേഹം ഈ വീട്ടിലേക്ക്, മറ്റക്കരയിലെ വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു. ഇന്ന് 2 മണിയോടുകൂടിയാണ് ഈ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. വീട്ടുവളപ്പിൽ തന്നെ, തറവാട് വീടാണിത്. ഇവിടെ മുത്തച്ഛനും മുത്തശ്ശിയുമായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആ വീടിൻ്റെ പിൻവശത്തുള്ള വളപ്പിലാണ് ഈ ചിതയൊരുക്കിയിട്ടുള്ളത്. ഈ 2 മണിക്കത്തേക്ക് സമയം നിശ്ചയിക്കാനുള്ള കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ദേവനന്ദിൻ്റെ അച്ഛനും അമ്മയും മലപ്പുറം കോട്ടയ്ക്കലിലാണ് ജോലി ചെയ്യുന്നത്. 10-26 വർഷമായി അവർ അവിടെ തന്നെയാണ്. അപ്പോൾ ഇവരുടെ കുട്ടിക്കാലവും അതുപോലെ തന്നെ പഠനവും ഒക്കെ ഈ കോട്ടയ്ക്കലിലായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ബന്ധങ്ങൾ മലപ്പുറം കേന്ദ്രീകരിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ആളുകൾക്കൊക്കെ വന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ ക്രമീകരണമായി ആണ് ഈ 2 മണിയിലേക്ക് ഈ ചടങ്ങുകൾ വെച്ചിരിക്കുന്നത്. എന്തായാലും അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മൃതദേഹം ഇവിടെ കൊണ്ടുവന്നപ്പോൾ മുതൽ നിരവധി ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഈ നാട്ടിലുള്ളവരും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേരെത്തി. ഇന്നും രാവിലെ മുതൽ തന്നെ പൊതുദർശനവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ചടങ്ങുകളിലെല്ലാം തന്നെ നിരവധി ആളുകൾ വന്ന് പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും നന്നായി പഠിക്കുന്ന 2 കുട്ടികൾ ഒരു നാടിന് തന്നെ അഭിമാനമായി തീരേണ്ട വ്യക്തികളായിരുന്നു. അതിലൊരാളാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിൽപ്പെട്ട് ജീവൻ വെടിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ദുഃഖം ഇവിടെയുണ്ട്. ഇവിടുത്തെ ഈ ഒരു വീട്ടിലെ സാഹചര്യമൊക്കെ നോക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മറ്റക്കരയിലെ വീട്ടിൽ താമസിക്കുന്നത് മുത്തച്ഛനും മുത്തശ്ശിയുമാണ്. അവധിക്കാലങ്ങളിൽ പ്രത്യേകിച്ചും ഏറ്റവും അവസാനം വന്നത് കഴിഞ്ഞ ഓണത്തിനായിരുന്നു. ഇവിടെ വന്ന് ഓണം ആഘോഷിച്ചതിന് ശേഷം പോയ കുട്ടിയാണ് ദേവനന്ദൻ. അതുപോലെ തന്നെ ഈ അവധിക്കാലങ്ങളൊക്കെ ചെലവഴിക്കാൻ മുത്തച്ഛനും മുത്തശ്ശിയോടൊപ്പം വന്ന് അവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ ആ കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. വളരെയധികം വിങ്ങലോട് കൂടിയാണ് അവരതൊക്കെ നമ്മളോട് പങ്കുവച്ചത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. കൃത്യം 2 മണിയോടുകൂടി തന്നെ വീട്ടുവളപ്പിലെ ചിതയിലേക്ക് ഈ ദേവനന്ദൻ്റെ മൃതശരീരം എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. SKN.